ഇന്നലെ മുംബൈ ടു കേരള ഇൻ ദ സെൻസ് പൻവേൽ ടു ആലപ്പുഴയിൽ ഞാൻ വരുന്ന വഴിക്ക് എനിക്കുണ്ടായ ഒരു അനുഭവമാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ AC കോച്ചിലായിരുന്നു വന്നിരുന്നത്, B1. അപ്പം അവിടെ എൻ്റെ കോച്ചിനോട് ചേർന്നിട്ട് കുറേ ആൾക്കാരുണ്ട്. അതിൽ പെണ്ണുണ്ട്, ആണുണ്ട്, ചെറുതുണ്ട്, വലുതുണ്ട്, എല്ലാ ആൾക്കാരും ഉണ്ടായിരുന്നു. അപ്പം അവരുടെ ടീമിൽ നിന്ന് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസാരിക്കുന്നു, പാട്ട് പാടുന്നു. ഇതൊന്നും എൻ്റെ പരിധി വന്നൊരു കാര്യമില്ല. ഞാൻ മാന്യമായിട്ട് കിടന്നുറങ്ങുന്നു. ഒച്ചയിട്ടിട്ടൊന്നും എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല. കുറച്ചുകൂടി വന്നപ്പോഴത്തേക്കും അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോഴത്തേക്കും ടണൽ കാര്യങ്ങളാണല്ലോ. അപ്പം ടണലിൻ്റെ അവിടെ ആയപ്പോഴത്തേക്കും ഇവർ ഓളിയിടുക, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇങ്ങനെ കൂവിക്കൊണ്ടിരിക്കുക. എനിക്കാണെങ്കിൽ തലേ ദിവസം എൻ്റെ ഫെയർവെൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കൊണ്ടിട്ടും ഞാൻ അന്ന് ഉറങ്ങിയത് കുറച്ച് വൈകിയായതുകൊണ്ടും തിരിച്ചിങ്ങോട്ട് വരാൻ വേണ്ടി നേരത്തെ എഴുന്നേക്കേണ്ടത് കൊണ്ടും എനിക്ക് ഉറക്കം കിട്ടിയിട്ടുണ്ടായില്ല. അപ്പം എല്ലാവർക്കും അറിയാവുന്ന പോലെ, എന്നെ അറിയുന്നവർക്ക് അറിയാവുന്ന പോലെ ഞാൻ ഭയങ്കര ഉറക്കപ്രാന്തിയാണ്. ഇവർ ഭയങ്കര ഒച്ച വെച്ചിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടായില്ല. അപ്പം തന്നെ എനിക്ക് ഇതേപോലെ എൻ്റെ വീട്ടിൽ നിന്ന് കോൾ വന്നു. അപ്പോൾ എൻ്റെ ചേച്ചിയുടെ ഭർത്താവ് ചേട്ടൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇങ്ങനെ വെറുതെ പറഞ്ഞു, ചേട്ടാ ഇതേപോലെ അപ്പുറത്ത് ഭയങ്കര ഒച്ചയാണ്, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, എന്നാ ചെയ്യണം, തലവേദന അത് വേറെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരുന്നു. ചേട്ടൻ കോൾ കട്ട് ചെയ്തു. ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ട്രെയിനിലെത്തിയിട്ട്, ഇപ്പോൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കണതാണ്. അടുത്ത സ്റ്റോപ്പ് എത്തപ്പം സ്റ്റേഷൻസ് കുറവുള്ള ഒരു ട്രെയിൻ ആയതുകൊണ്ട് സ്റ്റേഷൻ അടുത്തെത്താൻ ടൈമുണ്ട്. അപ്പം ഈ പൊക്കോണ്ടിരുന്ന് ഫോൺ കട്ടായി 6 മിനിറ്റ് കഴിഞ്ഞപ്പം TTR വന്നു. എന്നോട് ചോദിച്ചു എന്താ കാര്യം എന്ന് ചോദിച്ചു. മാഡത്തിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കംപ്ലയിൻ്റ് ഉണ്ട്, അടുത്തുള്ള കോച്ചിലെ ആൾക്കാർ ഭയങ്കര ഒച്ചയാണ്, എനിക്കത് കാരണം ഒച്ച പോട്ടെ അവർ ഓളിയിടുകയാണ്, എനിക്ക് ഉറങ്ങാൻ പറ്റണില്ല, അതാണ് പ്രശ്നം എന്ന് പറഞ്ഞു. നല്ല മാന്യനായിട്ടുള്ളൊരു TTR ആയിരുന്നു. അയാൾ സംസാരിച്ചു അവരോട് പറഞ്ഞു ഇതേപോലെ ആൾ നേഴ്സാണ്, ആൾക്ക് തലേ ദിവസം മേ ബി അവർക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നിരിക്കാം, അവർക്ക് ഉറങ്ങാൻ പറ്റണില്ല, നിങ്ങൾ ദയവ് ചെയ്ത് കുറച്ച് ശബ്ദം കുറയ്ക്കണം, സംസാരം കുറയ്ക്കണം, മറ്റുള്ളവരെ കൂടി നിങ്ങൾ പരിഗണിക്കണം എന്നൊക്കെ പറഞ്ഞ് എന്നോട് വന്ന് സോറിയൊക്കെ പറഞ്ഞിട്ട് ഈ മനുഷ്യനങ്ങ് പോയി. ഞാൻ പിന്നെയും എൻ്റെ ഉറക്കത്തിലേക്ക് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്ത് ഞാൻ പിന്നെയും കിടന്നുറങ്ങി. അങ്ങനെ ഫസ്റ്റ് സ്റ്റേഷൻ എത്തി, രത്നഗിരിയാണ്. അവിടെ വന്നപ്പോഴത്തേക്കും 2 പോലീസുകാർ വിത്ത് 2 ഉദ്യോഗസ്ഥന്മാർ കൂടി ട്രെയിനിൽ കയറി എൻ്റെ സീറ്റിൻ്റെ അവിടെ വന്നിട്ട് മാഡം എന്ന് വിളിച്ചു. അപ്പം ഞാൻ ഓക്കെ കാര്യം തിരക്കി. അവരെന്നോട് പറയാണ് മാഡത്തിന് കംപ്ലയിൻറ്റ് ഇപ്പോഴും ഉണ്ടല്ലേ, എന്താ കാര്യം, എന്താ, ഞങ്ങൾ സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവരും സംസാരിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ആ റേസ് ചെയ്ത കംപ്ലയിൻറ്റ് അങ്ങോട്ട് എന്തുട്ടാണ് ക്ലോസ് ചെയ്തേക്കാൻ പറഞ്ഞു. അപ്പോഴാണ് ഇങ്ങനെ കംപ്ലയിൻറ്റ് ഇപ്പോഴും കിടപ്പുണ്ട് എന്നിങ്ങനെ വിചാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഐ വിൽ ക്ലോസ് ദാറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവരെ പറഞ്ഞു വിട്ടു. ഞാൻ ഡയറക്റ്റ് എൻ്റെ ചേട്ടനെ വിളിച്ചിട്ട് ഞാൻ സംസാരിച്ചു. ഞാൻ ചേട്ടനോട് പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു ഞാനിത് കംപ്ലയിൻറ്റ് റേസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ചേട്ടൻ എങ്ങനെ ഇത് റേസ് ചെയ്ത്, അപ്പോൾ എനിക്കറിവുണ്ടായില്ല. ഇത്രയും നാളായിട്ട് ഞാനൊരു കുറേ വട്ടം പോയിട്ടുണ്ട്, ഹൈദരാബാദിലാണെങ്കിലും അല്ലെങ്കിൽ മുംബൈയിലാണെങ്കിലും ഒക്കെ ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ആപ്പിനെ പറ്റി എനിക്ക് അറിവുണ്ടായിരുന്നില്ല. അപ്പം ചേട്ടനാണ് പറഞ്ഞു തന്ന റെയിൽ മദത്ത് എന്ന് പറയുന്നൊരു ആപ്പാണ്. ഈ ആപ്പിൽ നമ്മുടെ കംപ്ലയിൻറ്റ് റേസ് ചെയ്യാൻ പറ്റും. വിത്തിൻ മിനിറ്റ്സ് ദേ വിൽ കം ഷുവർ, ദേ വിൽ ഫൈൻഡ് എ സൊല്യൂഷൻ ഫോർ യു. അഥവാ അങ്ങനെ അവരൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയില്ലെങ്കിൽ പിന്നെ അത് അവരുടെ തലവേദനയാണ്. കാരണം അവരത്ര കാര്യമായിട്ട് എന്നോടത് ക്ലോസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കിത് പുലിവാലാണ്. അപ്പം എന്നെപ്പോലെ ഇടയ്ക്കിടയ്ക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഫ്രണ്ട്സോ ഫാമിലിയോ നിങ്ങൾക്കുണ്ടെങ്കിൽ അവരോട് പറയുക ഇങ്ങനെ ഒരു ആപ്പ് ഉണ്ട്, നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അത് ഇപ്പം ഇങ്ങനെ ശബ്ദത്തിൻ്റെ കാര്യം മാത്രമല്ല, നമുക്കൊരു മിസ്ബിഹേവിയർ ഈവൻ പാസഞ്ചേഴ്സ് ആണ് അല്ലെങ്കിൽ അവരുടെ സ്റ്റാഫ് ആണെങ്കിൽ പോലും, അതേപോലെ നമ്മളുടെ ട്രെയിനിൽ ഹൈജീൻ അല്ല, ഒട്ടും ഹൈജീനിക് അല്ല എന്നുള്ള കംപ്ലയിൻറ്റ്സ് ആണെങ്കിലും എന്ത് കാര്യമാണ്, വഴക്കുകളാണല്ലോ ഒക്കെ നിങ്ങൾക്ക് റേസ് ചെയ്യാം. നിങ്ങൾക്ക് റേസ് ചെയ്ത് അവരെന്തായാലും ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കും. ദേ വിൽ ഫൈൻഡ് എ സൊല്യൂഷൻ ഡെഫിനറ്റ്ലി. അപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആണ് എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്